അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മടവൂരാര പടച്ചോനാണോ എന്ന് പറയുന്ന ഒരു പാട്ട്. മടവൂരാര പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ, അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ, ഞങ്ങളെ പടച്ചോൻ അറിയണേ. ഓ അല്ലാ മടവൂരേ, ഓ അല്ലാ മടവൂരേ. വലിയ വിവാദമായ പാട്ടാണത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുസ്ലിയാർ സംസാരിക്കുന്ന ഒരു സംസാരം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കേട്ടാറല്ലേ മൂമിനികളെ, എത്ര ഡേഞ്ചർ പലക്കായിട്ടിക്കിട് ആ മനുഷ്യ പാട്ടിൽ പാടിയത്. എത്രമാത്രം അബദ്ധമുള്ള, എത്രമാത്രം ഒരു ഡേഞ്ചർ ഗെത്തുപാട്ടർ എനിക്കത്തെ ഒരു പലക്ക. ആ പലക്ക ചൊന്നവൾ ആ ടൈമിൽ കാഫിറായി പോയാ. എന്താണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? എത്രമാത്രം ഡേഞ്ചർ ആണ് അദ്ദേഹത്തിന്റെ ആ ഒരു പാട്ട് എന്നാണ്. എത്രമാത്രം അപകടം പിടിച്ചതാണ് ആ പാട്ട് എന്നാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാഫിറായി പോകില്ലേ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചു നോക്കുന്നത്. അത് വളരെ ശരിയുമാണ്. ഇത്തരത്തിലുള്ള കുഫ്രൻ വാദങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാഫിറാകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ആരെയും കാഫിറാക്കാനോ മുശ്രിക്കാക്കാനോ അല്ല ഈ സംസാരിക്കുന്നത്. അത്രമാത്രം അപകടം അതിന്റെ പിന്നിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതേ സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന സമസ്തക്കാരായ സാധാരണക്കാരടക്കമുള്ള ആളുകൾക്ക് മുന്നിലേക്കാണ് ചില വിഷയങ്ങൾ ഞാൻ കൊണ്ടുവരുന്നത്. അദ്ദേഹം തുടർന്ന് പറയുന്ന ചില ഭാഗങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. കാരണം അല്ലാഹു അല്ലാണ്ട് വേറൊരാളെ പടച്ചോനുണ്ട് ചൊല്ലുക നമുക്ക് അവകാശമില്ല. അള്ളാഹു അല്ലാതെ മറ്റൊരാളെ പടച്ചോനാണെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല എന്നാ പറയുന്നത്. പടച്ചോൻ ഒരുത്ത മാത്ര അതാറ് അത് അള്ളാഹുവായിട്ടിക്കട്. പടച്ചോൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമാണ്, അതല്ലാതെ വേറൊരാളില്ല. അതാരാണ്? അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞു. ഇനിയോ, അപ്പൊ മടവൂർ ശൈഖുനയുടെ വിഷയത്തിൽ പാടുമ്പോ നമുക്ക് മടവൂർ ശൈഖുന അള്ളാഹുര ഒരു യഥാർത്ഥ വലിയുള്ള വിഷയത്തിൽ ജണ്ടഭിപ്രായം ഇല്ല. സി എം മടവൂർ അള്ളാഹുവിന്റെ ഔലിയാ എന്നതിൽ നമുക്ക് രണ്ടഭിപ്രായമില്ല. പക്ഷേ സി എം മടവൂരിനെ പടച്ചോനാണെന്ന് പറയുന്നത് അപകടം പിടിച്ചതാണ് എന്നാണ് അദ്ദേഹം ഇതുവരെ പറഞ്ഞു വെച്ചതിന്റെ ആകത്തുക. ഇനി നമുക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ഈ പാട്ടുപാടിയ മുസ്ലിയാർ വാദിക്കുകയാണ്. എന്ത്? സി എം മടവൂർ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് പടച്ചോനാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ തെറ്റ്? സമസ്തയുടെ വാദപ്രകാരമാണ് കേട്ടോ. സമസ്തക്കാർ സാധാരണ പറയാറുള്ളത്, മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കും എന്ന വിശ്വാസത്തോടെയാണ്. എന്തൊക്കെയാണ് ഈ കൊടുത്ത കഴിവ്? സി എം സ്മരണിക എന്ന് പറയുന്ന പുസ്തകത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന സി എം സ്മരണികയാണ്. അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുക, അള്ളാഹു കാണുന്നത് പോലെ കാണുക, അള്ളാഹു അറിയുന്നത് പോലെ അറിയുക, അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കുക. ഈ കഴിവ് മഹാന്മാർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നാണ് സമസ്തക്കാർ പറഞ്ഞു വെക്കുന്നത്. ജീലാൻ എന്ന് പറയുന്ന പുസ്തകത്തിലും ഇതേ കാര്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ ജീലാൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്? നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ജീലാൻ എന്ന് പറയുന്ന പുസ്തകമാണ്. അതിൽ പറഞ്ഞ ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ പറയുന്നത് എന്താണ്? അതിന്റെ ഉദ്ദേശം, അതായത് നേരത്തെ നമ്മൾ വായിച്ച അതേ ഹദീസിനെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ബുഖാരിയിലെ ഹദീസാണ് അത്. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥലശബ്ദ വ്യത്യാസമന്യേ കേൾക്കാൻ സാധിക്കുമെന്നാണ്. തുടർന്നും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കാൻ വേണ്ടി മഹാന്മാർക്ക് കഴിയും എന്നാണ്. ഇത് സമസ്തയുടെ ആളുകൾ ഇന്നും പറഞ്ഞു വെക്കുന്ന ഒരു വാദമാണ്. യു കെ മജീദ് മുസ്ലിയാരിൽ നമുക്കത് കേൾക്കാം. വല്ലേ നിലത്തിനും എന്നെ വിളിപ്പോർപ്പ് വായ്വൂണ ഉത്തീരം ചെയ്യുഞ്ഞാനെന്നോവർ. എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും. ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ ഔസുല്ലാഹ് തങ്ങൾക്ക്, അതേ റഹ്മാനിയത്തിന്റെ പവർ നേടിയ ശൈഖുന മടവൂർ ഓർക്ക് കഴിയുകയാണ്, ഖാജാ തങ്ങൾക്ക് കഴിയുകയാണ്, മഹാന്മാർക്ക് കഴിയുകയാണ്. സഹോദരങ്ങളെ, ഈ രീതിയിലാണ് വാദിച്ചത്. എന്നാലോ മഹാന്മാരുടെ ഈ പറയുന്ന കഴിവുകൾക്കൊന്നും പരിധിയില്ല എന്നാ പറയുന്നത്. ഈ നിലക്ക് പരിധിയില്ലാത്ത പവർ മഹാനവറുകൾ നേടി. അൽഹംദുലില്ലാഹ്. ലാ ഹദ്ദ എന്നല്ലേ എന്നൊക്കെ യു കെ മജീദ് മുസ്ലിയാർ തന്നെ പറയുന്നു. തീർന്നില്ല, പടച്ചവനാണ് എന്ന് തോന്നിപ്പോകുന്നു എന്ന് പറയുന്നു. ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവൻ്റെത് തന്നെയാണ്, പടച്ചവൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് ഈ സാധനം. ഇവിടെ തീർന്നോ? ഇല്ല, മറ്റൊരു മുസ്ലിയാർ കൂടി പറയുന്നു. എന്താണ്? അനല്ലാ എന്ന് സി എം മടവൂര് പറഞ്ഞിട്ടുണ്ട്. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ശൈഖുനയുമായി ബന്ധപ്പെട്ട സംഭവം. അനല്ലാ എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. അനല്ലാ
എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. സഹോദരങ്ങളെ, എത്രമാത്രം അപകടം പിടിച്ച വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. സി എം അടവൂര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. സി എം അടവൂരിന് അള്ളാഹു കൊടുത്ത കഴിവാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ പറയുന്നത്. ഇനിയോ ഇങ്ങനെയൊക്കെയുള്ള കഴിവുള്ള സി എം അടവൂര് എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും ഇടപെടും, സഹായിക്കും. ഒരു വിഷയത്തിലും നമ്മളെ സഹായിക്കാതിരിക്കില്ല എന്ന രീതിയിൽ തന്നെ പകരം ബാപ്പൂട്ടി മുസ്ലിയാർ പറയുന്ന ഒരു ഭാഗം കാണാം. ശൈഖുന മതി ഇൻഷാ അല്ലാഹ്. നമുക്ക് നമ്മളെല്ലാ കാര്യം വന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പറഞ്ഞാൽ അതവിടെ ഫത്ഹാകാതിരിക്കുകയില്ല. എന്ത് കാര്യമായാലും വേണ്ടിയില്ല, സാമ്പത്തികമായാലും വേണ്ടിയില്ല, ശാരീരികമായാലും വേണ്ടിയില്ല, മാനസികമായാലും വേണ്ടിയില്ല, എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ഹാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. എത്ര 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 അനുഭവങ്ങൾ. എന്ത് കാര്യത്തിനും നമുക്ക് സഹായം ലഭിക്കും എന്നാണല്ലോ ഈ പറഞ്ഞത്. ഇന്ന് വിഷയമെന്നില്ല, ഏത് കാര്യത്തിനും. ഇതൊക്കെ എങ്ങനെയാണ്? അള്ളാഹുമായി ലയിച്ച് എന്നാ പറയുന്നത്. സഹോദരന്മാരെ, ദിക്റിലും ഫിക്റിലുമായി ലയിച്ചങ്ങടുത്തപ്പോൾ ശൈഖുന നേടിയെടുത്ത പവറാണിത്. ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ, ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടിയിട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ്. ദിക്റിലും ഫിക്രിലൂടെയും അള്ളാഹുമായി ലയിച്ചാണ് അവർ ഈ കഴിവുകളൊക്കെ നേടിയെടുത്തിട്ടത് എന്നാ പറയുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത് ഇത് അപകടം പിടിച്ച വാദമാണ്. കേവലം ഊഹത്തിനപ്പുറം എന്ത് തെളിവാണുള്ളത്? അള്ളാഹു കാണുന്നത് പോലെ കാണാനും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും, അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും, അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കുവാനും മഹാന്മാർക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് ആരാണ് നമ്മോട് പറഞ്ഞത്? എന്നോട് ചോദിച്ചോ, ഞാനാണ് നിങ്ങൾക്ക് ഉത്തരം ചെയ്യേണ്ടത് എന്ന് അള്ളാഹു ചോദിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ലേ? അതുപോലെ തന്നെ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള കാലയളവിൽ നമുക്ക് ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനയിൽ എവിടെയെങ്കിലും അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു മഹ്ലൂക്കിനോട് തേടാൻ വേണ്ടി പറഞ്ഞത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമോ? ഉലുൽ അസ്മിന്റെ ഗണത്തിൽപ്പെട്ട 5 പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞ ഒരു പ്രവാചകനാണല്ലോ ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹു നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞത് എന്താണ്? ആ ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹു നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ ഖലീലാണ് എന്ന്, ആത്മമിത്രമാണ് എന്ന്. ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ, ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങളെ, മുനമ്പത്തി ബീബിയെ, അങ്ങനെ തുടങ്ങി നിരവധി ആളുകളെ നമ്മൾ അങ്ങോട്ട് പറയുന്നു അള്ളാഹുമായി അടുത്തവരാണ് എന്ന്. എന്നാൽ പടച്ചറബ് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്ന ഇബ്രാഹിം നബിയെ വിളിച്ചു തേടാൻ വേണ്ടി അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ടോ? സഹാബാക്കൾ അങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തേടിയ വല്ല പ്രാർത്ഥനയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമോ? എവിടെയും തന്നെയില്ല. കുറെ കള്ളക്കഥകൾ മുസ്ലിയാക്കന്മാർ മെനഞ്ഞുണ്ടാക്കി പറയുന്നു എന്നതിനപ്പുറം എന്ത് തെളിവാണുള്ളത്? ഒരു തെളിവുമില്ല. ഇവിടെ കൃത്യമായി നമ്മുടെ മുസ്ലിയാർ പറയുകയാണ് എന്ത്? സി എം അടവൂര് പടച്ചോനാണ് എന്ന് പറഞ്ഞാൽ അത് കുഫറാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഊഹത്തിനപ്പുറം അള്ളാഹു കാണുന്നത് പോലെ കാണാനും കേൾക്കാനും അറിയാനും ഇടപെടാനും സഹായിക്കുവാനുള്ള കഴിവ് കൊടുത്തതാണ് എങ്കിൽ ആ കൊടുത്ത കഴിവ് കൊണ്ട് പടച്ചോൻ സി എം അടവൂരിനായിക്കൂടെ? മാലിക്കുൽ മുലൂക്ക് സി എം അടവൂരിനായിക്കൂടെ? അങ്ങനെ വാദിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ തെറ്റാകും? നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ ചിന്തിക്കും. അങ്ങനെ ഒരു കഴിവ് അള്ളാഹു ആർക്കും തന്നെ കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു കഴിവ് അള്ളാഹു ആർക്കും തന്നെ കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ മാത്രം അധീനതയിൽപ്പെട്ട കഴിവ്, അല്ലാഹു താലാക്ക് മാത്രം ഖാസായ കാര്യം. അത് അള്ളാഹുവിൽ നിന്ന് മാത്രമേ നാം പ്രതീക്ഷിക്കാൻ വേണ്ടി പാടുള്ളൂ. അള്ളാഹുവിന്റെ പടപ്പുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഊഹത്തിനപ്പുറം ഒരു തെളിവും തന്നെ ഇല്ലാതെ അള്ളാഹു കൊടുക്കില്ലേ, അങ്ങനെ കൊടുക്കാനുള്ള കഴിവില്ലേ, യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് എന്നല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാദിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ പടച്ച റബ്ബിന്റെ മതം പഠിപ്പിക്കാൻ വന്ന മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഇങ്ങനെ ഒരു സഹായത്തേട്ടം പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇതൊക്കെ ഊഹത്തിനപ്പുറം ഒരു തെളിവിന്റെയും പിൻബലത്തോടെയല്ല മുസ്ലിയാക്കന്മാർ നമ്മോട് പറഞ്ഞു വെക്കുന്നത്. സഹോദരങ്ങളെ, ഈ സഹോദരൻ ഇവിടെ പറഞ്ഞു വെച്ച വാദങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പറയുന്ന വാദത്തെ ഒന്ന് താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. എന്തൊക്കെയാണ് കാര്യങ്ങൾ മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്? ലോകം നിയന്ത്രിക്കുന്നത് സി എം അടവൂരാണ് എന്ന്, അന മുദബ്ബിറുൽ ആലം എന്ന് സി എം അടവൂര് പറഞ്ഞിട്ടുണ്ട് എന്ന്, അന കുത്തുബുൽ ആലം എന്ന് സി എം അടവൂര് പറഞ്ഞിട്ടുണ്ട് എന്ന്, അന അല്ലാഹ് എന്ന് സി എം അടവൂര് പറഞ്ഞിട്ടുണ്ട് എന്ന്, മാലിക്കുൽ മുലൂക്കാണ് സി എം അടവൂര് എന്ന് വാദിക്കുന്നു, പടച്ചവനാണ് എന്ന് വാദിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ സി എം അടവൂരുമായി ചേർത്തി പറയുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും പടച്ച റബ്ബിന്റെ അതേ സ്ഥാനത്തേക്ക് സി എം അടവൂരിനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. പല മഹാന്മാരെയും അങ്ങനെ ആ രീതിയിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവത്തോടെ സ്നേഹത്തോടെ പറയുകയാണ്, ഗൗരവത്തോടെ നാം വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അന്ധമായ മുജാഹിദ് വിദ്വേഷമൊക്കെ മാറ്റി ഇത് നിങ്ങൾ വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. ഇവിടെ ഈ സഹോദരൻ മുസ്ലിയാർ പറഞ്ഞത് ഇങ്ങനെ
ഒരു വാദം ഉന്നയിച്ചാൽ അവൻ കാഫിറാകും എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ സമസ്തയുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞ വാദം എങ്ങനെ ശരിയാകും? ഗൗരവത്തോടെ നാം മനസ്സിലാക്കുക. കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കൊടുത്ത കഴിവ് ആര് പഠിപ്പിച്ചു? ഷിയാക്കളിൽ നിന്നാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഷിയാക്കളുടെ നേതാവായ ഹുമൈനിയുടെ കശ്ഫുൽ അസ്രാർ എന്ന് പറയുന്ന പുസ്തകമൊക്കെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്കത് ബോധ്യപ്പെടുന്നതുമാണ്. സമസ്തയുടെ മുസ്ലിയാക്കന്മാര് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ത്? ഷിയാക്കളുടെ സ്വാധീനം സമസ്തയിൽ വല്ലാണ്ട് ഉണ്ട് എന്ന്. പല വാദങ്ങളും സമസ്തക്കാരിലേക്ക് ഷിയാക്കൾ ഇഞ്ചക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. ഷിയാക്കളിൽ നിന്ന് സൂഫികളും സൂഫികളിൽ നിന്ന് സമസ്തയിലേക്കും അത് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഗൗരവത്തോടെ വിഷയങ്ങൾ പഠിക്കാൻ നാം ശ്രമിക്കണം. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.